ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഥാസന്ദർഭത്തിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ മടങ്ങാം. ആ പ്രശാന്ത മോഹന ഭൂമിയിൽ ആയിരം യക്ഷ കിന്നര ഗന്ധർവ അപ്സരസുകൾ വിഹരിക്കുന്നു. അതികഠിന തപോവൃത്തിയിൽ ഇരിക്കുന്നവർ, ബാലകില്യർ, നിയതാഹാരത്തോടെ ധ്യാനം ആർന്നിരിക്കുന്നവർ, ജിതേന്ദ്രിയരായ സിദ്ധചാരണന്മാർ തുടങ്ങിയവരാൽ പരിശോഭിതം ആണവിടം. മന്മഥ ക്രീഡാ നിപുണകളും അലോക സുന്ദരാംഗികളുമായ അപ്സര സ്ത്രീകൾ ദിവ്യ കുസുമ മാല്യധാരികളായി പരിലസിക്കുന്നു. അമരവര സുന്ദരികളെ കൊണ്ട് അവിടുത്തെ ശോഭ 10 മടങ്ങ് ഇരട്ടിക്കുകയാണ്. അമൃതപാനം ചെയ്ത സുരന്മാരും അസുരന്മാരും സ്വച്ഛന്തം വിഹരിക്കുന്നത് കാണാം. ചക്രവാകങ്ങൾ, അരയന്നങ്ങൾ, നീർക്കോഴികൾ തുടങ്ങിയവയുടെ കളകളനാദത്തോടു കൂടിയതും വൈഡൂര്യ രത്നങ്ങളാൽ ജാജുല്യമാനമായതും ദിവ്യമാല്യങ്ങളാൽ പ്രകാശപൂർണമായതും തപസാൽ ലോകങ്ങളെ മുഴുവൻ വിജയിച്ചവർ വസിക്കുന്നതുമായ വെൺവിമാനങ്ങൾ നേരിട്ട് വരുമ്പോൾ പശ്ചാത്തലവാദ്യമൊത്ത സംഗീതം ഉയരുന്നത് അസുരേശ്വരൻ കേട്ടു. അവർണ്യ സുകുമാരാംഗികളായ ഗന്ധർവാപ്സര സ്ത്രീജനങ്ങളെ കണ്ടു. മന്ദമാരുതനിൽ ഘ്രാണേന്ദ്രിയ സുഖപ്രദമായ സുഗന്ധം അർപ്പിക്കുന്ന കായം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ തോപ്പുകൾ, ഉത്തമ മണം എഴുന്ന തക്കോലം, ജാതിക്ക എന്നിവ തിങ്ങി വളർന്ന അരണ്യഭാഗങ്ങൾ, പച്ചില കുസുമങ്ങൾ, മുളകിൻ പടർപ്പുകൾ, തീരപ്രദേശങ്ങളിൽ ചരൽക്കല്ല് പോലെ ഉടങ്ങി വരണ്ടു കിടക്കുന്ന മുത്തുമണികൾ, പൊന്നും വെള്ളിയും ചേർന്ന് പ്രകാശിക്കുന്ന പാറപ്പുറങ്ങൾ, മനോഹരങ്ങളായ നീർച്ചാലുകൾ, തെളിവാർന്ന കയങ്ങൾ, നിരന്ന ഭൂപ്രദേശം, പൂമണം വഹിച്ച് സ്വച്ഛന്തം സഞ്ചരിക്കുന്ന മന്ദമാരുതൻ, ആന, കുതിര, തേര്, കാലാൾ തുടങ്ങിയ സൈന്യങ്ങളും സ്ത്രീരത്നധനധാന്യാദികളായ വിഭവങ്ങളോടും അടങ്ങിയ നഗരങ്ങൾ, ഇങ്ങനെ അമരലോക തുല്യമായ ആ കടൽപ്പുറം ത്രൈലോക്യ ചക്രവർത്തിയായ രാവണൻ കണ്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാർക്കൊണ്ടൽ നിറമാർന്നൊരു പേരാൽ ദാനവേന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മാമരത്തെ വൈശ്രവണാനുജൻ ശ്രദ്ധിച്ചു. ആ പുണ്യവൃക്ഷ ചുവട്ടിൽ ചുറ്റും മഹർഷിവര്യന്മാർ തപസ്സനുഷ്ഠിച്ച് ഏകാഗ്രമായി ഇരിക്കുന്നു. 100 യോജനയോളം നീളത്തിൽ അതിൻ്റെ ശാഖകൾ പരന്നിട്ടുണ്ട്. അമേയ ബലശാലിയായ ഗരുഡൻ ഒരു സന്ദർഭത്തിൽ ഒരു കൂറ്റൻ ആമയെയും കൊമ്പനാനയെയും കൊത്തിയെടുത്ത് യഥേഷ്ടം തിന്നുവാൻ വേണ്ടി ഇതിൻ്റെ കൊമ്പിൽ വന്ന് ഇരുന്നു. മുറ്റിത്തഴച്ചു നിൽക്കുന്ന ഇലകളോട് കൂടിയ ആ ശാഖ വൈനതേയൻ്റെയും ആമയുടെയും ആനയുടെയും കനം താങ്ങുവാൻ കെൽപ്പില്ലാതെ പൊട്ടുവാൻ തുടങ്ങി. ആ കൊമ്പ് നിലത്തു പതിച്ചാൽ ചുവട്ടിൽ ധ്യാനമഗ്നനായിരിക്കുന്ന അനേകം യതീന്ദ്രന്മാരുടെ നാശം തീർച്ച. ഖഗേന്ദ്രനായ ഗരുഡൻ മദഗജത്തെയും ആമയെയും മാത്രമല്ല, കനമേറിയ പേരാൽ കൊമ്പിനെയും ഒരു കാലിൽ എടുത്തു പറന്നു. ദുഷ്ടന്മാരായ കാട്ടാളന്മാർ കൂട്ടമായി വസിക്കുന്നൊരിടത്ത് ആ കൊമ്പിനെ വീഴ്ത്തി. ആ ക്രൂരന്മാരെ മുഴുവൻ നശിപ്പിച്ച് മാമുനിമാർക്ക് ആശ്വാസമേകി അവിടെ ഇരുന്ന് തൻ്റെ ഭക്ഷണവും കഴിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മഹർഷീശ്വരന്മാർ സന്തുഷ്ടരായി. അവരുടെ അനുഗ്രഹത്താൽ ബുദ്ധിയും പരാക്രമവും പദകേന്ദ്രന് 10 മടങ്ങ് വർദ്ധിച്ചു. അതിബുദ്ധിമാനായ വൈനതേയൻ ഇരുമ്പ് മതിലുകൾ തകർത്ത് ഇന്ദ്രനിർമ്മിത മണിമന്ദിരത്തെ മണൽത്തരിയാക്കി. അവിടെ സൂക്ഷിച്ചിരുന്ന അമൃതകുംഭവും എടുത്തുപോന്നു. ആ താക്ഷ്യനാൽ അടയാളപ്പെടുത്തിയതും മഹർഷിവര്യന്മാരാൽ ആവൃതമായതും സുഭദ്രം എന്ന് പേരാർന്നതുമായ പൗരാണിക പേരാലിനെയാണ് പൗലസ്ത്യപുത്രൻ കണ്ടത്. നദീകാന്തനായ സാഗരത്തിൻ്റെ മറുകരയിൽ ദൈത്യേന്ദ്രൻ എത്തിച്ചേർന്നു. അവിടെ പുണ്യപൂർണവും അതിരമ്യവുമായ വനമധ്യത്തിൽ ജടാവൽക്കലങ്ങളും മാൻതോലും അണിഞ്ഞ് നിയതാഹാരനായിരിക്കുന്ന മാരീചൻ എന്ന രാക്ഷസ പ്രമുഖനെ കണ്ടു. പർണാശ്രമത്തിൽ വീണ്ടും വന്ന രാവണനെ അർഘ്യപാദ്യാദികളാൽ ഉപചരിച്ച് അമാനുഷ്യങ്ങളായ ഭോജ്യങ്ങളെ തന്നെ യഥാപൂർവം ഉപഹാരമായി സമർപ്പിച്ചു. അർത്ഥപൂർണമായ വാക്യം കൊണ്ട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ രാക്ഷസ മഹാരാജാവേ, ലങ്കാരാജ്യത്തിൽ വിഷമം ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും ക്ഷേമമല്ലേ? വീണ്ടും അതിവേഗത്തിൽ ഇങ്ങോട്ട് വരുവാൻ കാരണമെന്താണ്? മഹാതേജസ്വിയായ രാവണൻ ഏറ്റവും സാമർഥ്യത്തോടുകൂടി മാരീചനോട് ഉത്തരം പറഞ്ഞു: ഹേ മാരീച, എൻ്റെ സ്നേഹപാത്രമേ, എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണേ. ഞാൻ വളരെയധികം അവശനായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അങ്ങല്ലാതെ മറ്റൊരാളെ സഹായത്തിനായി ഞാൻ കാണുന്നില്ല. രാക്ഷസ പ്രമുഖനായ മാരീച, എൻ്റെ അനുജൻ ഖരനും മഹാശക്തനായ ദൂഷണനും മാംസഭക്ഷണപ്രിയനായ ത്രിശിരസും സഹോദരി ശൂർപ്പണകയും ബലശാലികളായ 14,000 രാക്ഷസ മുഖ്യന്മാരും ഒന്നിച്ച് ജനസ്ഥാനത്തിൽ വസിച്ചിരുന്നത് അങ്ങേക്ക് അറിവുള്ളതല്ലേ? അനേക ലക്ഷം നിശാചരന്മാർ നമ്മുടെ വരുതിയിൽ അവിടെ വേറെയുമുണ്ട്. ഖരൻ്റെ ആഗ്രഹം എന്തെന്ന് അറിഞ്ഞ് എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് അനുയായികളെല്ലാം. ഘോരാരണ്യത്തിൽ നിയതവ്രതരായിരിക്കുന്ന മുനിവര്യന്മാരെ അവർ യഥേഷ്ടം ഉപദ്രവിക്കും. ഇങ്ങനെ യാതൊരു പ്രതിബന്ധവുമില്ലാതെ കടും കൈകൾ ചെയ്ത് വസിക്കുമ്പോഴാണ് ആ അത്ഭുതപൂർവമായ അത്യാഹിതം നടന്നത്.
ആ രാമനോട് ഇവരെല്ലാം ഏറ്റുമുട്ടിയത്രേ. കോപാകുലനായ പിതാവിൻ്റെ കൽപ്പന പ്രകാരം ഭാര്യയോടും അനുജനോടും ഒന്നിച്ച് കാട്ടിൽ താമസിക്കുകയാണത്രേ ആ രാമൻ. പലതരത്തിലുള്ള ആയുധങ്ങളുമെടുത്ത് ഖരപ്രമുഖന്മാരായ രാക്ഷസന്മാരെ ഉഗ്രതേജസ്വികളായ 14,000 സൈന്യങ്ങളോടുകൂടി ആ രാമൻ നിലത്തുനിന്ന് ഒറ്റയ്ക്ക് ബാണങ്ങളയച്ച് കൊന്നുപോലും. നമ്മുടെ അനുജൻ ഖരൻ മാത്രമല്ല, ദൂഷണനും ത്രിശിരസും നിശിതശരങ്ങളാൽ അന്ധകാലയം അണഞ്ഞു. പിതാവിനാൽ പരിത്യക്തൻ, അല്പായുസോടുകൂടിയവൻ, ക്ഷത്രിയാധമൻ, സപത്നീകനായ രാമൻ നിശാചര മുഖ്യന്മാരുടെ യമനായി തീർന്നിരിക്കുന്നു. ഏറ്റവും ദുസ്വഭാവത്തോടു കൂടിയവൻ, അതികഠിനൻ, മഹാലുബ്ധൻ, സ്വധർമ്മങ്ങളെ ഉപേക്ഷിച്ചവൻ, അധർമ്മങ്ങളിൽ തൽപരൻ, എല്ലാ ജീവികൾക്കും അനിഷ്ടം മാത്രം ചെയ്യുന്നവൻ, ദശരഥൻ്റെ മകൻ, യാതൊന്നും കയർത്ത് പറയുക കൂടി ചെയ്യാത്ത നമ്മുടെ പെങ്ങളുടെ കർണനാസികകളെ അറുത്ത് വൈരൂപ്യം അണയ്ക്കുക കൂടി ചെയ്തു. ദണ്ഡകാരണ്യത്തിൽ ഇനി മുതൽ ഒരാൾക്കും രാക്ഷസന്മാരെ ഭയപ്പെടേണ്ട. മഹാമാനിയായ മാരീച, ഈ നിന്ദ്യകർമ്മത്തിന് പകരം ചോദിക്കാതിരിക്കുന്നത് നമ്മുടെ വംശത്തിന് അപമാനമാണ്. നമ്മുടെ പൊന്നനുജത്തിയെ ആജീവാനന്ദം കരയിച്ച രാമൻ്റെ ഭാര്യയെ, ദേവസുന്ദരിയായ സീതയെ നമുക്ക് പിടിച്ചുകൊണ്ടു പോരണം. പൗലസ്ത്യ വംശജരോട് കളിച്ചാൽ നല്ലതല്ലെന്ന തത്വം അവർ മനസ്സിലാക്കണം. അതിന് അങ്ങ് എന്നെ സഹായിച്ചേ പറ്റൂ. മഹാനുഭാവനായ മാരീച, അങ്ങയുടെ സഹായം കൂടി ഉണ്ടായാൽ സഹോദര സമേതനായ ഞാൻ അമരന്മാരെ കൂടി കൂസുന്നതല്ല. എന്നെ സഹായിക്കുവാനുള്ള കരുത്ത് ധാനവംശത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമുണ്ട്, മറ്റാരുമല്ല, അങ്ങാണത്. എന്നെ സഹായിക്കാൻ ഹേ മാരീച, അങ്ങ് ഒരുങ്ങില്ലേ? പരാക്രമം, യുദ്ധവൈദഗ്ധ്യം, ആത്മവിശ്വാസം, ഉപായം, എല്ലാ തരത്തിലുമുള്ള മായാവിജ്ഞാനം, ശൗര്യം എന്നിവയുടെ വിളനിലമായൊരു മഹാൻ ദൈത്യവംശത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ചു മാത്രമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഏതൊരു വിധത്തിലാണ് എന്നെ സഹായിക്കേണ്ടത് എന്ന് ഞാൻ വ്യക്തമാക്കാം. സുവർണവർണം, ഇടയ്ക്കിടെ വെള്ളി സദൃശമായ പുള്ളികൾ, ഇങ്ങനെ അത്ഭുതപൂർവമായൊരു മാൻരൂപമെടുത്ത് രാമാശ്രമ സമീപത്തിൽ അങ്ങ് പോകണം. മായാമൃഗത്തിൻ്റെ ഭംഗിയാർന്ന നിൽപ്പും നടപ്പും കണ്ടാൽ സീതയ്ക്ക് കൗതുകം ഉണ്ടാകും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ മോഹന മൃഗത്തോടു കൂടി കളിക്കാമെന്ന് സീത പറയും. ആ അഭ്യർത്ഥന കേട്ടാൽ രാമനും ലക്ഷ്മണനും അതിനെ പിടിക്കുവാൻ പുറത്തേക്ക് പോകും തീർച്ച. അപ്പോൾ രാഹുചന്ദ്രനെ എന്ന പോലെ ഞാൻ സീതയെ സമീപിച്ച് അപഹരിക്കും. പത്നി പോയി ദുഃഖാഗ്നി മധ്യത്തിൽ പെടുന്ന രാമനെ യഥേഷ്ടം ഉപദ്രവിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കൃതാർത്ഥത നേടുവാൻ കഴിയും. രാക്ഷസേശ്വരനായ രാവണൻ ശ്രീരാമനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാരീചനെ ആകെ ഭയാന്തനാക്കി. ദേഹം വിറച്ചു, തൊണ്ട വരണ്ടു. മഹാത്മാവായ മാരീചൻ ഉണങ്ങിയ ചുണ്ടൊന്ന് നനച്ചു. കണ്ണുകൾ ഇമവെട്ടാതെ മരിച്ചവനെ പോലെ ദശകന്ധരനെ തുറിച്ചു നോക്കി നിശ്ചലനായി ഇരുന്നു. ഘോരാരണ്യത്തിലെ അനുഭവം മാരീചന്റെ സ്മൃതി മണ്ഡലത്തിൽ വ്യക്തമായി തെളിഞ്ഞു. ശ്രീരാമന്റെ പരാക്രമം ഉൾക്കണ്ണുകളിൽ കണ്ട മാരീചൻ ഭയാന്ധനായി. അക്ഷരം പുറപ്പെടുവാൻ വളരെ നേരം കഴിയേണ്ടി വന്നു. ദുഃഖം ആ കൺകളെ മൂടി. വിളർത്ത വദനത്തോടെ തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളോടെ തനിക്കും രാവണനും വംശത്തിനും ശ്രേയസ്കരമായ കാര്യം തത്വം ഏറ്റവും വിനയത്തോടെ പറയുവാൻ തുടങ്ങി. മഹാബുദ്ധിമാനായ മാരീചൻ ത്രിലോക ചക്രവർത്തിയായ ദശഗ്രീവനോട്, പൗലസ്ത്യനന്ദനായ മഹാരാജാവെ, ചെവിക്ക് ഇമ്പമേകുന്ന വാക്കുകൾ പറയുന്നവർ അനേകം ഉണ്ടാകും. നേർവഴി കാണിക്കുന്നത് പലപ്പോഴും അപ്രിയങ്ങളായ വാക്കുകൾ ആയിരിക്കും. അത്തരം പറയുന്നവരും കേൾക്കുന്നവരും വളരെ ചുരുക്കമാണ്. ചാരന്മാർ ഒട്ടില്ല. താനും ദേവേന്ദ്രനോടും വരുണന്മാരോടും തുല്യമായ വീരഗുണങ്ങളാണ് ശ്രീരാമനുള്ളത്. അങ്ങേക്ക് അതറിയുവാനും സാധിച്ചിട്ടില്ല. ഉണ്ണി, രാക്ഷസ വംശത്തിന് ഇനി മുതൽ ഈ ലോകത്തിൽ ജീവിതസുഖം എന്നത് ഉണ്ടാകാതിരിക്കുമോ? ഈ പാർത്തലത്തിൽ ഒരൊറ്റ അസുരൻ പോലും ബാക്കിയാകാത്ത വിധം രാമന് കോപം ഉണ്ടാകുമോ? ജാനകി ജനിച്ചത് അങ്ങയുടെ ജീവിതാന്ത്യത്തിന് ആകുമോ? സീത നിമിത്തം തന്നെ എൻ്റെ ആത്മനാശവും വരുമോ? ഹേ രാവണ, അനിയന്ത്രിതനും തോന്നിയതെന്തോ അത് ചെയ്യുന്നവനുമായ അങ്ങ് അരജനായിരിക്കുമ്പോൾ വംശത്തോടുകൂടി ലങ്കാരാജ്യം തന്നെ നശിപ്പിക്കുക ഇല്ലല്ലോ. അങ്ങേപോലെ താന്തോന്നിയും ദുഷ്ടനും ദുസ്വഭാവിയും ദുർമന്ത്രി സഹിതനുമായൊരു രാജാവ് തന്നെയും സ്വജനത്തെയും സ്വരാജ്യത്തെയും നശിപ്പിക്കും. ഹേ രാക്ഷസ രാജാവെ, കൗസല്യാദേവിയുടെ ആനന്ദവർദ്ധകനായ ശ്രീരാമൻ ക്ഷത്രിയാധമനല്ല, പിതാവ് ഉപേക്ഷിച്ചവനല്ല, മര്യാദകേടിൻ്റെ കണിക പോലും ഉള്ളവനല്ല, ലുബ്ധനോ ദുശീലനോ അല്ല, ധർമ്മഗുണ വിഹീനനല്ല, കഠിന സ്വഭാവം ഉള്ളവനല്ല, ചരാചരങ്ങൾക്കൊന്നിനു പോലും അഹിതമേകുന്നവനല്ല. കൈകേയി സുതനായ ദൈത്യേന്ദ്ര, ഇളയമ്മയായ കൈകേയിയുടെ കുതന്ത്രത്തിൽ കുടുങ്ങിപ്പിടയുന്ന പിതാവിനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ സത്യവാദിയാകുവാൻ വേണ്ടി മാത്രം ധർമാത്മാവായ ശ്രീരാമൻ കാനനവാസം സ്വയം സ്വീകരിച്ചു. ചെറിയമ്മയ്ക്കും അച്ഛനും ഒരുപോലെ സന്തോഷമേകുവാൻ വേണ്ടിയാണ് ഉണ്ണി ദാശരഥി വീടും നാടും നഗരവും സുഖവുമെല്ലാം വെടിഞ്ഞ് ദണ്ഡകാരണ്യത്തിലേക്ക് വന്നത്.
രഘുവീരൻ കർക്കശനോ പാമരനോ ഇന്ദ്രിയങ്ങൾക്ക് അധീനനോ അല്ല എന്ന് മനസ്സിലാക്കൂ. അസത്യങ്ങളായ വാക്കുകൾ ആരോ പറഞ്ഞത് വിശ്വസിച്ച് ഇങ്ങനെ അയഥാർത്ഥങ്ങൾ പറയരുതേ. അസുരേന്ദ്രനായ രാവണ ധർമ്മം തന്നെ രൂപം പൂണ്ടവനാണ് രാമൻ. ആ സത്യപരാക്രമി ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ സർവ്വലോകത്തിനും മഹാപ്രഭുവായ ചക്രവർത്തിയാണ്. സാക്ഷാൽ പരമാത്മ സ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ്റെ തേജസ് മൈഥിലിയെ സദാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനിൽ നിന്ന് പ്രഭയെ വേറെയാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. ജാനകീദേവിയെ ദാശരഥിയിൽ നിന്ന് അപഹരിക്കുവാൻ ആർക്കാണ് സാധിക്കുക? നിശിത ക്രൂരങ്ങളായ ബാണങ്ങളാകുന്ന കനൽക്കട്ടകൾ, കോദണ്ഡവും ഖഡ്ഗവുമാകുന്ന വിറകൻ സമൂഹങ്ങൾ അജയ്യനായ രാമൻ്റെ രണാഗ്നി കുണ്ടത്തിൽ ആളിക്കത്തുന്ന തീയിൻ മധ്യത്തിൽ അങ്ങ് കണ്ണുമടച്ച് ചാടരുതേ പ്രഭോ. ജാജ്വല്യമാനമായ കോദണ്ഡവക്ത്രം തുറന്ന് ഉഗ്ര ശരങ്ങളാകുന്ന ജിഹ്വകൾ നീട്ടി വാളാകുന്ന പാശമെടുത്ത് ശത്രുസംഹാരം ചെയ്യുന്ന രാമനാകുന്ന അന്തകനോട് അങ്ങ് സമീപിക്കരുതേ. നാടും നഗരവും സുഖവും ആത്മാവും കൂടി അവസാനിപ്പിക്കരുതേ. സീതാലക്ഷ്മണ സമേതനായ രഘുവരൻ്റെ തേജസ് ആർക്കും കണക്കാക്കുവാൻ സാധിക്കാത്തതാണ്. ശ്രീരാമ പദാശ്രിതയായി വാണരുളുന്ന ജനകാത്മജയെ കാനന മധ്യത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോരുവാൻ അങ്ങേക്ക് ശക്തിയില്ല. ധർമ്മപത്നിയായ മനുഷ്യസിംഹമായ സീതാദേവി കാകുത്സൻ്റെ പ്രാണാധിക പ്രിയയും നിത്യാനുഗമിയാണുമെന്ന് ഓർക്കണേ. ഏതൊരു ദേവന് പോലും കണക്കാക്കുവാൻ കഴിയാത്തത്ര തേജസ്വിയുന്ന ഇക്ഷാകുവംശതിലകൻ്റെ സഹധർമ്മിണി കത്തുന്ന തീജ്വാല പോലെ സ്പർശിക്കുവാൻ സാധിക്കാത്ത മാനിനീരത്നമാണ്. ഹേ രാക്ഷസേശ്വര, നിഷ്ഫലമായ ഈ പ്രവൃത്തിയിൽ നിന്ന് അങ്ങ് പിന്മാറണേ. യുദ്ധരംഗത്തിൽ വെച്ച് അങ്ങയെ ശ്രീരാമൻ നേരിട്ടു കണ്ടാൽ ആ നിമിഷത്തിൽ ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ചു കഴിയും. ഇനിയും രാജ്യപരിപാലനം ചെയ്ത് സുഖങ്ങൾ ആസ്വദിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമന് അപ്രിയം ചെയ്യരുത്. ഉത്തമനായ വിഭീഷണനെ പുരസ്കരിച്ച് മന്ത്രിമാരെല്ലാം കൂടി ഗാഢമായി ആലോചിക്കുകയും വീണ്ടും സ്വബുദ്ധി കൊണ്ട് അവസാന തീർപ്പ് ചെയ്യുകയും വേണം. ഗുണദോഷങ്ങൾ, അവയുടെ ബലാബലങ്ങൾ എന്നിവയെ ആദ്യമായി ചിന്തിക്കൂ. സ്വന്തം ബലത്തെയും രാമൻ്റെ ശക്തിയെയും മനസ്സിലാക്കൂ. അതിനുശേഷം ഇഷ്ടാനിഷ്ടങ്ങളെ കാലത്തിനനുസരിച്ച് തീർപ്പ് ചെയ്ത് യുക്തമായത് ആചരിക്കൂ. രാജാതിരാജനായ നിശാചരേശ്വര, അയോധ്യാധിപ നന്ദനോട് ഇടയുന്നത്, പോരിന് തയ്യാറാകുന്നത് സർവ്വവിനാശത്തിനും ഹേതുവായി തീരും. എൻ്റെ അചഞ്ചലമായ അഭിപ്രായമാണിത്. എൻ്റെ ബുദ്ധി കൊണ്ട് ആകാവുന്നിടത്തോളം ആലോചിച്ചു. എല്ലാവിധത്തിലും അങ്ങയുടെ അഭിവൃദ്ധിക്ക് അനുകൂലങ്ങളായ വാക്കുകളാണ് ഞാൻ പറയുന്നതെന്ന് ഓർമ്മ വയ്ക്കണേ. ശ്രീരാമൻ്റെ ബലം ഇന്നതാണെന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അചിന്ത്യമാണ് ആ ശക്തിവിശേഷം. അമേയമായ ആ തേജശക്തിയെ ഞാൻ എനിക്ക് അറിയാവുന്നതുപോലെ പറയാം. വാക്കുകൾക്ക് അതീതമായതിനെ അതിൽ ഒതുക്കുന്നത് ശരിയാവുന്നതുമല്ല. എന്നാലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഉത്തമവും യുക്തവും ആയതാണ് എൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കൂ. മാരീചൻ തുടർന്നു. പർവ്വത തുല്യ ശരീരവും കാളമേഘ നിറവുമൊത്ത ഞാൻ തങ്കകുണ്ഡലങ്ങൾ അണിഞ്ഞ് സർവ്വജീവികൾക്കും ഭയം ഏകത്തക്ക വിധം 1000 ആനകളുടെ ശക്തിയോടുകൂടി ഋഷിമാരുടെ മാംസം യഥേഷ്ടം ഭക്ഷിച്ച് ഒരു കാലം ദണ്ഡകാരണ്യത്തിൽ വസിച്ചിരുന്നു. കനകക്കിരീടം ധരിച്ച് വലിയൊരു ഉലക്ക ആയുധവുമായി എടുത്ത് നടക്കുന്ന ഞാൻ വിശ്വാമിത്ര മാമുനീന്ദ്രനെ കൂടി ഭയപ്പെടുത്തിയവനാണ്. സ്വശക്തി എന്നിൽ ഫലിക്കുകയില്ലെന്ന് വിചാരിച്ചിട്ടാകാം ധാർമ്മികോത്തംസമായ ബ്രഹ്മഋഷി താൻ തന്നെ അയോധ്യാനഗരിയിലെത്തി ഇങ്ങനെ പറഞ്ഞു: രാജൻ, ഞാനൊരു യാഗം ചെയ്യുന്നുണ്ട്. എന്നാൽ നിർവിഘ്നം പരിസമാപിക്കുവാൻ കഴിയുന്നുമില്ല. മാരീചൻ എന്നൊരു രാക്ഷസ പ്രമുഖൻ ഘോരമായാവിയായിട്ടുണ്ട്. അവനിൽ നിന്നുണ്ടാകുന്ന ഭയം അവാജ്യമാകുന്നു. യജ്ഞം സമംഗളം നിവർത്തിപ്പിക്കുവാൻ രാമനെ എൻ്റെ ഒന്നിച്ച് അയച്ചു തരണം. അഭിവന്ദ്യനായ ബ്രഹ്മഋഷി വര്യൻ്റെ ആവശ്യം ധർമാത്മാവായ ദശരഥനെ ദുഃഖ നിമഗ്നനാക്കി. ഭഗവാനെ, 12 വയസ്സുകൂടി തികയാത്ത കേവലമൊരു ബാലനാണ് രാമൻ. ചതുരംഗ സൈന്യങ്ങളോടുകൂടി ഞാൻ തന്നെ വന്ന് അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് അരക്കന്മാരെ നിഗ്രഹിക്കാം. മഹാരാജാവിൻ്റെ വിഷാദവിവശമായ ഉത്തരം കേട്ട കൗശികൻ തുടർന്നു: മഹാമായാവിയായ മാരീചന് രാമനൊഴികെ മറ്റൊരുവനും വിജയിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ പ്രസിദ്ധി 3 ലോകത്തിലും പരന്നിട്ടുണ്ട്. പലപ്പോഴും ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കുക പതിവാണ്. എന്നാൽ യാതൊരു സൈന്യവും യാഗസംരക്ഷണത്തിന് ആവശ്യമില്ല. ആ രാക്ഷസന്മാരുടെ നിഗ്രഹത്തിന് ബാലനാണെന്ന് തോന്നുന്ന ഈ ഒരു രാമൻ മതി. അല്ലെങ്കിൽ രാമനല്ലാത്ത മറ്റേതൊരു ശക്തിക്കും ഈ ഘോര രാക്ഷസന്മാരെ പരാജിതനാക്കുവാൻ സാധ്യമല്ല. ശത്രുജയനായ അങ്ങേക്ക് ഉത്തരോത്തരം അഭിവൃദ്ധിയുണ്ടാകും. രാജനന്ദനന്മാരെയും കൂട്ടി ഗാധേയൻ തികഞ്ഞ സംതൃപ്തിയോടെ സ്വആശ്രമത്തിലേക്ക് പോന്നു. ദണ്ഡകാരണ്യത്തിൽ യജ്ഞത്തെ പുരസ്കരിച്ച് വ്രതം ആരംഭിച്ചു. ഏറ്റവും വിചിത്രമായ ചാപമെടുത്തു ചെറു ഞാണുലി മുഴക്കിക്കൊണ്ട് രാമൻ വെറും ബാലനായ ദാശരഥി ഋഷിവര സമീപത്തിൽ നിന്നു. മൃദുലവും സമൃദ്ധവുമായ കുന്തളഭാരം
കുഴിയെ കുലച്ച ഉഗ്രധനുസ് അംബുജലോചനനായ രാമൻ ബാലചന്ദ്രനെ പോലെ കാനനാന്ത ഭാഗത്തെ തന്നെ പ്രശോഭിപ്പിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.